തൊണ്ണൂറുകളിലും താൻ ജീവിച്ച ചുറ്റുപാടുകളിൽ കണ്ട കാഴ്ചകളെ ദുബായിൽ പുനഃസൃഷ്ടിച്ചു ഒരു ചെറിയ മ്യൂസിയം നിർമ്മിച്ചിരിക്കുകയാണ് ഒരു പ്രവാസി മലയാളി. ആ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ആദ്യ യാത്ര. വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വീടുകളിലെ നിറസാന്നിധ്യമായിരുന്ന പല വസ്തുക്കളും തന്റെ ഈ കുഞ്ഞൻ മ്യൂസിയത്തിൽ അബ്ദുള്ള എന്ന ഈ പ്രവാസി മലയാളി സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് അബ്ദുള്ളയുടെ വീട്ടിലെ ഈ കൗതുക കാഴ്ചകൾ കാണാൻ അറബികളും അവിടെ ധാരാളമായി എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു കൗതുകം തന്നെയാണ്. അപ്പൊ ആ കാഴ്ചയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആര്? അരുൺ പാറാട്ട്. നാടിന്റെ ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് ഓരോ പ്രവാസി മലയാളിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ലോകത്തിന്റെ ഏത് കോണിലുള്ള മലയാളിയായാലും മനസ്സിൽ താലോലിക്കുന്നത് പഴയ മധുരമുള്ള ഓർമ്മകളായിരിക്കും. ഇത്തരത്തിൽ പണ്ട് താൻ കണ്ട കാഴ്ചകളെ ഇങ്ങ് ദുബായിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്ന ഒരു മലയാളിയുടെ വീട്ടിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പോകാം. നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ആ കേരള തനിമ പുനഃസൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒരു കണ്ണൂരുകാരന്റെ വീട്ടിലാണ്. കണ്ണൂരുകാരനായ ദുബായിൽ വ്യവസായിയായിട്ടുള്ള അബ്ദുള്ള നൂറുദ്ദീനാണ് താൻ താമസിക്കുന്ന ഒരു വീടിന്റെ ഒരു ഭാഗം മുഴുവൻ കേരള തനിമ കൊണ്ട് നിറച്ചിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്കാണ് ഇനി. ഞാനിതാ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കേരളത്തിന്റെ പഴമയെ ഗൾഫ് നാടിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്ന കണ്ണൂരുകാരനായ അബ്ദുള്ള നൂറുദ്ദീൻ. പഴമയിലേക്ക് പോകാന്നുള്ള ഒരു കൺസെപ്റ്റ് വീണ്ടും ഞാൻ ഇവിടത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പഴയ കാലങ്ങളും മാതാപിതാക്കളുമായിട്ടുള്ള ആ സംസാരവും അവരുടെ ലെറ്ററും എല്ലാം എടുത്ത് വായിക്കുക, അവരിരുന്ന പോലത്തെ കസേരയിൽ ഇരിക്കുക, ആ ക്ലോക്കും ഇതെല്ലാം അതാണ് എനിക്ക് ഇപ്പോൾ ഒരു രസമായിട്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം പുതിയതിനോടൊക്കെ മടുപ്പ് വന്ന് വീണ്ടും പഴമയിലേക്ക് പോകാന്നുള്ളതായിട്ട് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. ഇങ്ങനെ ഒരു ചിന്ത വരേണ്ട ഒരു കാരണം എന്താ? കാരണം ഒന്നുമില്ല, നമ്മളെപ്പോഴും പഴമയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ നമ്മളിപ്പോൾ പുറത്ത് പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സുഖം ഒന്നിനും കിട്ടില്ല. ഇപ്പോഴത്തെ ബർമുഡ ആയാലും പാൻറ്റായാലും ഒന്നായാലും ഇതിൻ്റെ സുഖം കിട്ടില്ല. അതാണ് അതിന്. ഇവിടെ ഇപ്പോൾ ഏറ്റവും പഴക്കമുള്ള വസ്തു ഏതാ? ഏറ്റവും പഴക്കമുള്ളത് ഒന്ന് ഈ ക്ലോക്കാണ്. 1940 വൈൻഡ് ചെയ്യുന്നത്. ഇന്നും അത് ടൈം വളരെ പെർഫെക്റ്റാണ്. ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ഇത് ഞാൻ മെയിനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് രാത്രി എല്ലാം നിശബ്ദമായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ടിക് ടിക് ശബ്ദം കേൾക്കാനും അതിൻ്റെ ആ മണി മുട്ടുന്ന ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ പെർമനൻ്റായിട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംഗതിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതായത് ഇതേ ഇവിടെ എത്തിയിട്ട് 34 വർഷം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഈ 34 വർഷം മുമ്പ് അന്ന് കത്തുകളിലൂടെയായിരുന്നു പ്രവാസികൾ നാടിനെ അറിഞ്ഞിരുന്നത്, നാട്ടുകാരുടെ വിശേഷങ്ങൾ അറിഞ്ഞിരുന്നത്. അന്ന് വന്നിട്ടുള്ള കത്തുകളെല്ലാം ഒരു നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു പെട്ടി. ഇത് എത്ര കൊല്ലം മുമ്പത്തെ വരെ കത്തുകളുണ്ട് ഇതിൽ? ഇത് ഈ പറഞ്ഞ ഞാൻ വന്ന സമയം മുതൽ 1990 മുതലുള്ള കത്തുകളുണ്ട്. ഉമ്മ എനിക്ക് അയച്ചതും എൻ്റെ പെങ്ങന്മാർ അയച്ചതും പെങ്ങന്മാർക്ക് അങ്ങോട്ട് അയച്ചതും. അന്ന് കത്തുകളിൽ കൂടി ഫോണും ഇല്ല, ഒന്നുമില്ല. ഉമ്മ മോനെന്ന് പറഞ്ഞൊരു കത്ത് ഇങ്ങോട്ട് എഴുതും, നമ്മളൊരു നല്ല വാക്ക് അങ്ങോട്ട് എഴുതും. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൻ്റെ കത്തുകൾ മുതൽ ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഉമ്മയാണ് നമ്മുടെ വളർത്തിയതും പഠിപ്പിച്ചതും വലുതാക്കി ഈ നിലയിലാക്കിയ ഉമ്മയാണ്. അപ്പോൾ ആ ഉമ്മാൻ്റെ ഓർമ്മക്കായിട്ട് ഇന്നും ഇത് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടെ ഈ കത്തുകളൊക്കെ എടുത്ത് ഞാൻ വായിക്കാറുണ്ട് ആ പഴയ ഓർമ്മകൾക്ക് വേണ്ടി. ഈ കത്ത് ഇത് 1993 18/12/93 എഴുതിയാണ് എൻ്റെ പ്രിയപ്പെട്ട മകന് ഉമ്മ എഴുതുന്നത്. ആ ഒരു വാക്ക് തന്നെ മനസ്സിന് മതി ഇന്നും ആ ഒരു ഓർമ്മക്ക് വേണ്ടി. ഒരു ഏരിയയിൽ വീട്ടിൻ്റെ മേലയിൽ വെക്കുക, എന്നിട്ട് ഒരാൾ മേലെ ഒരാൾ താഴെ നിൽക്കണം. ഇതിങ്ങനെ തിരിച്ചിട്ട് കിട്ടുന്നുണ്ടോ, ഇപ്പോൾ സിഗ്നൽ കിട്ടുന്നുണ്ടോ, ഇപ്പോൾ സിഗ്നൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഒന്ന് വാർത്തയോ അല്ലെങ്കിൽ നാട്ടുപേരോ എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ. അങ്ങനെയാണ് നമ്മൾ വിഷ്വൽ കണ്ടുകൊണ്ടിരുന്നത് ആ സമയത്ത്. അതേ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഇത് ഞാനിന്നിവിടെ ഫിറ്റാക്കിയിട്ടുള്ളത്.
I'm very happy to see something special, something old. When I see something old, really I feel for the past, how I grow, how it was life very easy. Really I feel very, very nice, like I'm in the dream now. വീടിൻ്റെ ഒരു ഭാഗത്ത് പഴയ കാറുകളുടെയും വ്യത്യസ്തമായ ശേഖരവും അബ്ദുള്ളയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ രീതിയിൽ ഇവിടെ ഈ വീട് മുഴുവൻ പഴമ നിറഞ്ഞു നിൽക്കുകയാണ്. പഴയ കാലത്തെ തിരിച്ചു പിടിക്കുകയാണ് ഈ പ്രവാസ ലോകത്തും അബ്ദുള്ള നൂറുദ്ദീൻ. ദുബായിൽ നിന്നും ശരചരകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അപ്പൊ അബ്ദുള്ളക്കയുടെ എന്താ പറയാ ചെറിയ മ്യൂസിയം, വീട്ടിനകത്ത് തന്നെ തീർത്ത മ്യൂസിയം, അത് ഗംഭീരമായിട്ടുണ്ട്. ഒരു കണ്ണൂരുകാരനാണ് എന്നറിയുമ്പോൾ കൂടുതൽ സന്തോഷമാണ്. ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലല്ല, അങ്ങ് ദുബായിലാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം എന്താണ് പറയാ പഴമയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും കേരള തനിമ ഇഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ് അതെല്ലാം ഇപ്പോഴും അതുപോലെ അങ്ങ് ചേർത്ത് പിടിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുമ്പ് അയച്ച ആ കത്തുകളാണ്. അത് ഇതുപോലെ നിധി പോലെ സൂക്ഷിക്കുകയാണ്. അതിൽ ഓരോ വരികളും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത്